വീണ്ടും വന്ന് ഒരു കുഞ്ഞു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം, വളരെ കുറച്ച് സമയം മതി. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ചെമ്മീൻ ഉലർത്തിയത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 15 ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ചെമ്മീൻ ഉലർത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെമ്മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഒരു ക്രിസ്പി ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത ചെമ്മീനെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ നമ്മൾ ഉള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേരിയേഷൻ വരുത്താം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.